കണ്ണൂർ ചിറക്കുനിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഡോക്ടർ BDS വിദ്യാർത്ഥി അഞ്ചരക്കണ്ടി കോളേജിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം. ഡോക്ടർ റാമിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലിനിക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ താഴിട്ട് പൂട്ടി. സ്ഥലത്ത് പ്രതിഷേധം പൂട്ടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ഈ മണ്ണിനകത്ത് ഇങ്ങനെയുള്ള ഒരു തെമ്മാടിയും പ്രവർത്തിക്കാൻ KV ബൈജു ചേരുന്നു. ബൈജു, ഈ ആരോപണ വിധേയനായ അധ്യാപകന് മറ്റൊരു ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കാണോ ഇപ്പോൾ പ്രതിഷേധക്കാർ പൂട്ടിയത്? അതെ സഹിത, കണ്ണൂർ ചിറക്കുനിയിലാണ് ഇത്തരത്തിൽ ഡോക്ടർ റാമിന്റെ ഉടമസ്ഥയിലുള്ള ക്ലിനിക് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ഒരു ക്ലിനിക്ക് താഴിട്ട് പൂട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇയാൾക്കെതിരെ ഈ കേസിൽ ചുമത്തിയിട്ടുള്ളത്. അതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ മുതൽ ഈ ഒരു പല വിദ്യാർത്ഥികളും, ഈ കോളേജിലെ വിദ്യാർത്ഥികളും തങ്ങൾക്ക് ഈ ഒരു ഡോക്ടർ റാമിൽ നിന്നും നേരിട്ട ദുരനുഭവമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ക്ലിനിക്കിലേക്ക് കൂടി വ്യാപിച്ചത്. ഇന്നലെ നമ്മൾ കണ്ടത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്കാണ് വലിയ പ്രതിഷേധമെങ്കിൽ ഇന്ന് ഇത്തരത്തിൽ ഈ റാമിന്റെ ഉടമസ്ഥയിലുള്ള ക്ലിനിക്കിലേക്കാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം കണ്ടത്. വലിയ തോതിലുള്ള പ്രവർത്തകർ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉണ്ടായിരുന്നു. അതിൽ പ്രതിഷേധത്തിൽ അതിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ക്ലിനിക്ക് താഴിട്ട് പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇനിയും പ്രതിഷേധം തുടരുമെന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് പോലീസ് കൂടി വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ക്രൂരത, അതെല്ലാം പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യാപകന്റെ മാനസിക സമ്മർദ്ദവും നിതിൻ രാജിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ഉണ്ട് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുകയും കുടുംബം അത് വലിയ തോതിൽ ആരോപിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ വ്യാപിക്കുന്നത്. അത് അധ്യാപകനെതിരെയുമുണ്ട്, കോളേജിനെതിരെയുമുണ്ട്. സൈറ്റ് എന്തായാലും വ്യാപകമായ പ്രതിഷേധമാണ് ഈ അധ്യാപകനെതിരെ. പക്ഷേ ഈ കോളേജ് മാനേജ്മെന്റോ ഈ അധ്യാപകർക്കൊന്നും രംഗത്തേക്ക് വരുന്നില്ല, പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല, വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.